ആ 100 ആണെങ്കിൽ കണ്ടവന്റെ എന്നൊക്കെ കടം വാങ്ങിച്ചിട്ട് കമ്പനി കുളം തോണ്ടുന്നുണ്ട്. താമസിയാതെ വർമ്മ സാറ് പിച്ചച്ചട്ടി എടുക്കും. എപ്പോഴാ കൈ ഉയർത്തിയത്? ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ. എന്ത് സംസാരിച്ചോണ്ടിരുന്നപ്പോഴാ കൈ പൊക്കിയത്? അത് പിന്നെ ഞങ്ങൾ പഴയ കാര്യങ്ങൾ. എക്സാക്ട്ലി എന്താ പറഞ്ഞത്? ചന്ദ്രികോട് ആൽഫി എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? അത് പറയൂ. വർമ്മ സാറ് വർമ്മ സാറിന് എന്നെ എന്ത് ഇഷ്ടമാണ്, പിന്നെ ഞാൻ അദ്ദേഹത്തിന്റെ മകനെ പോലാണ്, എന്റെ അച്ഛൻ പോലും സ്നേഹിച്ചിട്ടില്ല, അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞപ്പോഴല്ല, പിന്നെ ഞാൻ എത്ര ഭാഗ്യവാനാണ് നിന്നെ പോലൊരു പെണ്ണെ കിട്ടാൻ എന്ന് പറഞ്ഞപ്പോ കൈപൊക്കി. എന്നിട്ട് കൈപൊക്കിയിട്ട് എന്റെ കവളത്ത് തൊട്ടു. എക്സലന്റ്. അത് തന്നെ അവളോട് വീണ്ടും പറയൂ. കമോൺ ആൽഫി, അത് തന്നെ പറയൂ. വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യൂ. പറയൂ. നീ എത്ര ഭാഗ്യവതിയാണ്, ഞാൻ എത്ര ഭാഗ്യവാനാണ്. നീ എത്രയെന്ന് തന്നെയാണോ പറഞ്ഞത്? ഞാൻ എത്ര എന്ന് പറഞ്ഞു, നീ എത്ര, രണ്ടും പറഞ്ഞു. അതും പറഞ്ഞു ഇതും പറഞ്ഞു. അതല്ലേ പറഞ്ഞത്? നേരത്തെ പറഞ്ഞ പോലെ ചന്ദ്രിക നമുക്ക് രക്ഷപ്പെടുത്തണ്ടേ? അതെ. ഞാൻ എത്ര ഭാഗ്യവാനാണ് നിന്നെ പോലെ ഒരു പെൺകുട്ടിയെ കിട്ടാൻ. കൈവക്കൂ പ്ലീസ്. നീ എത്ര ഭാഗ്യവതിയാണ്, ഞാൻ എത്ര ഭാഗ്യവാനാണ്. കൈവക്കൂ പ്ലീസ്. നീ എത്ര. വർമ്മ സാറിനെ പറ്റി പറഞ്ഞില്ലേ? അത് പറയൂ. അത് പറയാൻ പറ്റില്ല. അതെന്താ? അത് പറയാൻ പറ്റില്ല. അതെന്താന്ന് പറയാൻ പറ്റില്ല. വർമ്മ സാറിനെ പറ്റി പറഞ്ഞപ്പോഴല്ലോ കൈവക്കിയത്. ഞാൻ എത്ര ഭാഗ്യവാനാണ്, നീ എത്ര ഭാഗ്യവൻ എന്ന് പറഞ്ഞപ്പോഴല്ലേ കൈവക്കിയത്. അപ്പൊ അത് പറയുമ്പോഴല്ലേ കൈവക്കാൻ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞില്ലേ? അതുപോലെ സംഭവിച്ചു. കൈവക്കൂ പ്ലീസ്.